എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ, പുളിച്ച തികട്ടൽ അഥവാ അസിഡിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നെഞ്ചരിച്ചിൽ മാറാൻ അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ? ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ ഒത്തിരി എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, ഈ പറഞ്ഞ പോലുള്ള ചോക്ലേറ്റ്, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, കുക്കീസ് ഇതുപോലത്തുള്ള ഭക്ഷണങ്ങൾ രാവിലെ തന്നെ ഒഴിവാക്കുക. അത് ഷുഗർ ക്രാഷ് വരികയും ചെയ്യും, നിങ്ങളുടെ എനർജി പോവുകയും ചെയ്യും, നെഞ്ചരിച്ചിലും വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ സിട്രസ് ഫ്രൂട്ടുകളുള്ള ജ്യൂസുകളൊക്കെ, പറഞ്ഞ പോലെ ഓറഞ്ച്, മധുര നാരങ്ങ, അത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിട്രിക് ആസിഡ് നിങ്ങളെ വയറിന് ഇറിറ്റേറ്റ് ചെയ്യും, അത് നെഞ്ചരിച്ചിലിൻ്റെ ഒരു സാധ്യമാകും. നാലാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള മറ്റേ സോഡ നിറച്ച ശീതളപാനീയങ്ങൾ പരമാവധി രാവിലെ എല്ലാം തന്നെ അത് എപ്പോഴും ഒഴിവാക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ചില പച്ചക്കറികൾ, നമുക്ക് ഈ മറ്റേ തക്കാളി, കുക്കുംബർ, ഇതിലൊക്കെ ചില ആസിഡ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ചിലരിൽ അത് നെഞ്ചരിച്ചിലിനുള്ള ഒരു സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പുളിച്ച ഭക്ഷണങ്ങൾ, പുളിച്ച തൈര് ഇതുപോലത്തുള്ള ഭക്ഷണങ്ങൾ രാവിലെ തന്നെ എടുക്കുന്നത് ഒഴിവാക്കുക, അത് ആസിഡിറ്റിയെ വർദ്ധിപ്പിക്കും. ഏഴാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒത്തിരി തണുത്ത വെള്ളം നമ്മൾ രാവിലെ തന്നെ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത്രയും ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് നെഞ്ചരിച്ചിലുള്ള ഒരു സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എട്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ് നമ്മുടെ വാഴപ്പഴം, ബനാന. അപ്പോൾ ഈ ബനാനയിൽ മഗ്നീഷ്യം കണ്ടന്റും പൊട്ടാസ്യവും വളരെയധികം കൂടുതലാണ്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ അത് എടുക്കുമ്പോഴത്തേക്കും ഒരു ചിലരിൽ അത് നെഞ്ചരിച്ചിലിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള ഭക്ഷണങ്ങൾ രാവിലെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നെഞ്ചരിച്ചിൽ പ്രശ്നത്തിൽ നിന്ന് ചിലപ്പോൾ മരുന്ന് കൂടാതെ തന്നെ മുക്തി നേടിയേക്കാം. അപ്പോൾ നെഞ്ചരിച്ചുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.